അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഐഫോൺ 11 പ്രോനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഐഫോൺ 11 പ്രോ 2021 വാങ്ങണോ വേണ്ടോ എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആക്ച്വൽ ഒരു വീഡിയോ ഒന്നും തന്നെ പറഞ്ഞ ഇത് ജസ്റ്റ് ഒരു സ്പെസിഫിക്കേഷൻ പ്ലസ് ഒപ്പീനിയൻ വീഡിയോ ആണ്. അല്ലാതെ ഞാൻ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള ആദ്യം തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഫോൺ 11 പ്രോ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അടുത്ത മാസം പുതിയ ഐഫോൺ ഒക്കെ ലോഞ്ച് ആവുന്നുണ്ട്. ആ ഫോൺ ആദ്യം ഒന്ന് റിലീസ് ആയി കഴിഞ്ഞാൽ ഐഫോൺ 11 പ്രോയുടെ ഒക്കെ വില താഴോട്ടൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ ഒക്കെ ആദ്യം തന്നെ. അപ്പൊ ആദ്യം ഐഫോൺ 11 പ്രോ എന്നാണ് ലോഞ്ച് ആയിരുന്നത്. ഈ ഫോൺ ശരിക്കും പറഞ്ഞാൽ ലോഞ്ച് ആയത് 2019 അപ്പോൾ 2 കൊല്ലം പഴയ ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊരു നല്ല ഡിവൈസ് ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും, നല്ല ക്യാമറാസും എല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോൺ അത് നല്ല തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സെയിം തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റും ഐഫോൺ 12 അതൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് സ്ക്വയറി സൈഡ്സ് ഒന്നും അല്ല. ഐഫോൺ 12 സീരീസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് കർവി സൈഡ്സ് ഒക്കെയാണ്. അതും നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പൊ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് ഗ്ലാസ് ബാക്കിലാണ് വിത്ത് കൊറല ഗ്ലാസ് സപ്പോർട്ടും കൂടെയാണ്. പിന്നെ സൈഡ്സ് ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്രെയിമും കൂടെയാണ്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയാൻ എനിക്ക് കൂടുതൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല. ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾ ഒരു സിം കാർഡിന്റെ സ്ലോട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഈ സിം വഴിയൊക്കെ നിങ്ങൾക്ക് വേറെ രജിസ്റ്റർ ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ സ്മാർട്ട് ഫോൺ വരുന്നത് IP67 റേറ്റിംഗിലാണ്. അതും വേറൊരു കാര്യമാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 3 ക്യാമറാസും കൂടെയാണ് ബാക്കിലൊക്കെ. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാനിത് കാണാപ്പാടമാണ് ഇതിന്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ ഒക്കെ അടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5.8 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. പിന്നെ ഈ സ്മാർട്ട് ഫോൺ HDR10 സംഭവങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സുമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇത് 458 dpi സ്ക്രീനും ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിന്റെ റിഫ്രഷ് റേറ്റും സംഭവം നോക്കുവാണെങ്കിൽ ഇത് 90 ഹെർട്സ് ഒന്നും തന്നെയല്ല. ഇത് 60 ഹെർട്സ് തന്നെയാണ് നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷെ 60 ഹെർട്സ് ആയാലും ഇത് സ്മൂത്ത് തന്നെയാണ് നമുക്ക് പറയാനൊക്കെ പറ്റും. ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും സംഭവങ്ങളിനകത്തും. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ റെസൊല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരുന്നത് 1440p നമുക്ക് പറയാൻ പറ്റും കുറച്ച് താഴെയാണെന്ന്. പിന്നെ ഫുൾ HD കുറച്ചുകൂടെ മുകളിലാണ് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ 1125p ഇതൊക്കെ വരുന്നത് ഈ സ്മാർട്ട് ഫോണിന്റെ റെസൊല്യൂഷൻ ഒക്കെ. ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനും സംഭവങ്ങളൊക്കെ. ഇത് 5.8 ഇഞ്ച് സ്ക്രീനും കൂടെയാണ്. കുറച്ച് ഹാൻഡി ഫോണാണ് നമുക്ക് പറയാൻ പറ്റും. ഈ സ്ക്രീൻസ് ശരിക്കും പറഞ്ഞാൽ ഒരേ ഗ്ലാസ് സപ്പോർട്ടൊക്കെ തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ ഡിസ്പ്ലേയും സംഭവങ്ങളിനകത്തൊക്കെ. അപ്പോൾ ഡിസ്പ്ലേയിൽ എനിക്ക് പറയാൻ പറ്റും ഇതൊരു നല്ല സ്ക്രീനൊക്കെ തന്നെയാണ്. അപ്പോൾ ഐഫോൺ XS ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് പറയാൻ പറ്റും നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനും കാര്യങ്ങളിനകത്ത്. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ കിട്ടുന്ന ആപ്പിളിന്റെ A13 ബയോണിക് ചിപ്സെറ്റ് ആണ്. ഈ ചിപ്സെറ്റ് ശരിക്കും പറഞ്ഞാൽ 7nm ബേസ്ഡും കൂടെയാണ് നമുക്ക് പറയാൻ പറ്റും. ഈ ചിപ്സെറ്റ് ശരിക്കും പറഞ്ഞാൽ ഒക്ടാ കോർ ഒന്നും തന്നെ ഇല്ല. ഇത് ഹെക്സാ കോർ തന്നെയാണ്. ഇപ്പോൾ 2 കോഴ്സ് ശരിക്കും പറഞ്ഞാൽ 2.65 GHz ബേസ്ഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ 4 ആണെങ്കിൽ 1.8 GHz ബേസ്ഡ് ഒക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് 6 കോഴ്സ് ഒക്കെ തന്നെയുള്ളൂ ഈ സ്മാർട്ട് ഫോണിനകത്തൊക്കെ. പിന്നെ അടുത്ത് ഈ സ്മാർട്ട് ഫോണിന്റെ GPU പറ്റി പറയുകയാണെങ്കിൽ ആപ്പിൾ GPU 4 കോർ ഗ്രാഫിക്സ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് സംഭവങ്ങൾ. പിന്നെ AnTuTu ബെഞ്ച് മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 4 lakh 5 lakh പോകുന്നുണ്ടെന്ന് പറഞ്ഞ റിസൾട്ട്സിനകത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. 4 lakh 5 lakh ഒക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് സംഭവങ്ങളാകും. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിന്റെ ഉപ്പത്തിന്റെ ഒപ്പം ഈ സ്മാർട്ട് ഫോണും നമുക്ക് പറയാൻ പറ്റും. സ്പീഡിന്റെ കാര്യത്തിൽ ഒട്ടെന്ന് നമുക്ക് വിളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ തന്നെയായിരിക്കും ഐഫോൺ 11 പ്രോയിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റും സംഭവങ്ങളെത്തും. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ റിയറിൽ നിങ്ങൾക്ക് 3 സെൻസേഴ്സ് ആണ് ഉള്ളത്. പിന്നെ സെൽഫിയിലാണെങ്കിൽ ഒരെണ്ണമാണ് ഉള്ളത്. സെൽഫി ക്യാമറ ആയിക്കോട്ടെ റിയർ ആയിക്കോട്ടെ എല്ലാത്തിലും നിങ്ങൾക്ക് കിട്ടുന്ന 12 മെഗാ പിക്സലിന്റെ ക്യാമറാസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മെയിൻ ക്യാമറ ആണെങ്കിൽ 12 മെഗാ പിക്സലിന്റെ f1.8 ലെൻസ് ആണ്. പിന്നെ അൾട്രാ വൈഡ് ആണെങ്കിൽ 12 മെഗാ പിക്സൽ f2.4 ആണ്. പിന്നെ ടെലിഫോട്ടോ ആണെങ്കിൽ f2.0 ബേസ്ഡ് ആണ് നമുക്ക് വിളിക്കാനൊക്കെ പറ്റും. പിന്നെ സെൽഫി ക്യാമറ നമുക്ക് പറയാൻ പറ്റും f2.2 ബേസ്ഡ് ഒക്കെ തന്നെയാണ്. 2 റിയർ ആൻഡ് ഫ്രണ്ട് 4K വരെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറ വരെയൊക്കെ 4K 60 FPS വരെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഈ സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തില്ലെങ്കിൽ പലർക്കും വേണ്ടിയൊക്കെ ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു ഈ ഫോണിൽ കൂടെ തന്നെ.
അപ്പോൾ എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പറയാനൊക്കെ പറ്റും ഈ സ്മാർട്ട് ഫോണിൽ നല്ല ക്യാമറാസ് ഒക്കെ തന്നെയാണ്. ഇമേജ് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും നല്ലതൊക്കെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ സ്മാർട്ട് ഫോണിലോട്ട് പോകാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് നല്ല ക്യാമറാസ് ഒക്കെ വേണമെങ്കിൽ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സെക്യൂരിറ്റി സംഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഫേസ് ഐഡി ഒക്കെ തന്നെയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും സെക്യൂർ ഒക്കെ തന്നെയാണെന്ന്. പിന്നെ നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിൽ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് iOS ആണുള്ളത്. പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഐഫോൺ വന്നത് iOS 13 തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് iOS 18 വരെയുള്ള അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനൊക്കെ പറ്റും. ഈ സ്മാർട്ട് ഫോണിന്റെ ഹാഫ് ലൈഫ് ഇതുവരെയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. ഇതിന്റെ ഇനിയും ബാക്കിയുണ്ട്. ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലൈഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ജീവനും സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട് സോഫ്റ്റ്വെയറിനകത്തൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും 2-3 കൊല്ലമൊക്കെ തന്നെ. അപ്പോൾ ഈ സംഭവം വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പറയാൻ നല്ലതൊക്കെ തന്നെയാണ്. കുറച്ചായിട്ട് അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഫേസ് ഐഡിയും സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും തന്നെ ഇല്ല. ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് 2 സിം കാർഡിന്റെ സ്ലോട്ട് ഇല്ല. നിങ്ങൾക്ക് ഈ സിം വേണമെങ്കിൽ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മൈക്രോ SD കാർഡിന്റെ സ്ലോട്ടും ഒന്നും തന്നെ ഇല്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഈ ഫോണിനെ പറ്റി. പിന്നെ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയും കാര്യങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പൊ നിങ്ങൾ പഴയ ഏതെങ്കിലും iPhone 11 Proന്റെ ബോക്സ് വല്ലതും നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോക്സിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതും ഒരു നല്ല ന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈയിടെ ആയിട്ട് ആപ്പിൾ അവരുടെ ബോക്സിനകത്തൊന്നും ചാർജർ ഒന്നും തന്നെ വെക്കാറില്ല. അപ്പൊ അതും നിങ്ങളൊന്ന് ഓർത്തോണം. പഴയ വല്ല iPhone 11 Proന്റെ വല്ല ബോക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെയിം തന്നെയാണ് iPhone 12 സീരീസ് പോലൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 3046 mAh ഇത് വരുന്നത്. ഇത് നമുക്ക് പറയാൻ പറ്റും ഡീസെന്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് iOSന്റെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ തന്നെയുണ്ട്. നിങ്ങൾക്ക് iOSന്റെ ഒപ്റ്റിമൈസേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ബാറ്ററി കിട്ടും, ബെറ്റർ പെർഫോമൻസ് കിട്ടും. ഇതുപോലത്തെ എല്ലാ സംഭവങ്ങളൊക്കെ തന്നെ ആയിട്ടും കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് ഒക്കെ ഈ സ്മാർട്ട് ഫോണത്തൊക്കെ ഉണ്ട്. 3046 mAhന്റെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫ് നമുക്ക് പറയുന്നത് നല്ലതൊക്കെ തന്നെയാവുന്നത്. അപ്പൊ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ വരുന്ന 4GB RAM 64GB വേരിയന്റ്, പിന്നെ 4GB RAM 256GB വേരിയന്റ്, 4GB RAM 512GB വേരിയന്റ് ഒക്കെ ആണ് ഈ സ്മാർട്ട് ഫോണിലൊക്കെ വരുന്നത്. എല്ലാം 4GB RAM ആണ് നമുക്ക് പറയാൻ പറ്റും. 4GB RAM ആയാലും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന iOS ഒക്കെ തന്നെയാണ്. iOSന്റെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ നമുക്ക് പറയാൻ നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാരണം നിങ്ങൾക്ക് നല്ല റാം മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്തൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ കണക്ടിവിറ്റിയും സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു നല്ല ന്യൂസ് എന്ന് വെച്ചാൽ ഇത് നല്ല ന്യൂസ് ഒന്നും ആവത്തില്ലല്ലോ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ വരുന്ന 4G ആയിട്ടാണ്. ഈ സ്മാർട്ട് ഫോൺ 5G ഒന്നും തന്നെയല്ല. 5G ഐഫോൺസ് ശരിക്കും പറഞ്ഞാൽ iPhone 12 തൊട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് 4G ആയാലും നിങ്ങൾക്ക് അവര് ബാൻഡ്സ് ഒക്കെ നിങ്ങളുടെ ഫോണിനകത്ത് അവര് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അതും വേറൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് നല്ല കണക്ടിവിറ്റി ആയിരിക്കും നിങ്ങളുടെ ഫോണിനകത്തൊക്കെ കിട്ടാനൊക്കെ പോകുന്നത്. അതും ഒരു നല്ല സംഭവം തന്നെയായിരുന്നു. പിന്നെ ഈ സ്മാർട്ട് ഫോൺ Wi-Fi 6 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അതും നമുക്ക് പറയുമ്പോൾ നല്ല ന്യൂസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ 4G വിത്ത് Wi-Fi 6 ആണെന്നാണ് ഈ സ്മാർട്ട് ഫോണിന്റെ കണക്ടിവിറ്റി സംഭവങ്ങളൊക്കെ. അപ്പോൾ അടുത്തത് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് സംഭവങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ അപ്രോക്സിമേറ്റ് പ്രൈസിങ് ശരിക്കും പറഞ്ഞാൽ 60,000 rupees ആണ്. iPhone 11 പോകുന്നതായിരിക്കും ഞാൻ പറയുന്നത് കുറച്ചുകൂടെ വർത്തി ഓപ്ഷനൊക്കെ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം സെയിം ആണ് കിട്ടുന്നത്. ആ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ ഇല്ല, പിന്നെ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ഇല്ല. ഇപ്പോൾ iPhone 11 Pro ഒക്കെ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പറയുന്നത് സെയിം ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ച് പൈസ ഒക്കെ കുറച്ചിട്ട് നിങ്ങൾ 11 പോകുന്നതായിരിക്കും ഭേദമൊക്കെ. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ iPhone 11 പ്രൈസ് കുറവാണ്, 11 Proന്റെ ഒക്കെ കൂടുതലാണ്. ആപ്പിളിന്റെ ഏറ്റവും എക്സ്പെൻസീവ് കമ്പോണന്റ് ആണ് അവരുടെ സ്ക്രീനും സംഭവങ്ങളൊക്കെ. സ്ക്രീനിലാണ് അവരുടെ സ്മാർട്ട് ഫോണിന് ഏറ്റവും കൂടുതൽ വിലയൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ സ്ക്രീൻ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ റിപ്പയർ ചാർജസ് ഒക്കെ വരും. ഇപ്പൊ നിങ്ങൾ ഐഫോൺസിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ ആൻഡ്രോയിഡ് ഫോണൊക്കെ വെച്ച് നോക്കുമ്പം അപ്പോൾ ഈ സ്ക്രീനിന്റെ ഒരു വ്യത്യാസം കാരണം പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കുറച്ച് വ്യത്യാസമൊക്കെ കാരണമാണ് നിങ്ങൾക്ക് iPhone 11 Pro ഒക്കെ കുറച്ചുകൂടെ വില കൂടിയായിട്ട് കിട്ടുന്ന 11 ഒക്കെ വെച്ച് നോക്കുമ്പം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ വിലക്ക് iPhone 12 ഒക്കെ കിട്ടുന്നുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്നായിരിക്കും ഞാൻ പറയുന്നത്. iPhone 12 mini ഉണ്ട്, 12 ഒക്കെ തന്നെയുണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് പറയുന്നത് നല്ലതാണ്. ഗെയിമിംഗ് ആണെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം, നല്ല ഫോണൊക്കെ തന്നെയാണ് നമുക്ക് വിളിക്കാനൊക്കെ പറ്റും. ഇതും നമുക്ക് പറയുന്നത് നല്ല ഫോണൊക്കെ തന്നെയാണ്. ഫോട്ടോസിന് വേണ്ടി, വീഡിയോസിന് വേണ്ടി, പല കാര്യത്തിനൊക്കെ വേണ്ടി. പിന്നെ ഈ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ്സിനും സമയമൊക്കെ തന്നെയുണ്ട്. എനിക്ക് പറയാനുള്ള iPhone 11 Pro പോകാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ നല്ല ഡീലിനൊക്കെ വരുവാണെങ്കിൽ പോകാൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ iPhone 11 അല്ലെങ്കിൽ iPhone 12 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള വീഡിയോ ഒക്കെ അത് iPhone 11 Pro in 2021 ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ